Vegeta tips, tricks and tweaks. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഞ്ചി കൃഷിയുടെ ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ. ഈ ഇഞ്ചി കൃഷി നമ്മുടെ ജോസഫിൻ്റെ തോട്ടത്തിൽ ഉണ്ടായതാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോസഫിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഇതിപ്പം ഏകദേശം 3 കിലോ കാണാം. ഇത് നട്ടപ്പം മണ്ണും മണലും പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നട്ടത്. പിന്നെ വളരുന്നതനുസരിച്ച് മീൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. മീൻ്റെ വെള്ളം, ചാണകപ്പൊടി. സാധാരണ ഗ്രോ ബാഗിൽ നടുന്നതിൽ നിന്നും വ്യത്യസ്തമായി ജോസഫ് കന്നാസിലാണ് ഇഞ്ചി നട്ടത്. ഇതിനൊരു കാരണവുമുണ്ട്. ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടാൽ നമുക്ക് ആ ഗ്രോ ബാഗ് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ സൈഡൊക്കെ മിക്കവാറും കീറും. ഇനി അങ്ങനെ കീറിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഇഞ്ചി വിളവെടുക്കുമ്പോൾ അത് ഒന്ന് പൊട്ടിച്ചിട്ട് വേണം വിളവെടുക്കുവാൻ. പിന്നെ നമുക്കത് യൂസ് ചെയ്യാനും പറ്റില്ല. എന്നാൽ ഈ കന്നാസ് ആക്രിക്കടയിൽ നിന്നും 100 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അതിനുശേഷം അതിനെ 2ആയി കട്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഇഞ്ചി വളരുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറും. എങ്കിലും കുഴപ്പമൊന്നുമില്ല. സെയിം കന്നാസ് നമുക്ക് അടുത്ത വർഷവും യൂസ് ചെയ്യാം. പണ്ടൊക്കെ ഇഞ്ചി കൃഷി സീസണിൽ മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഇഞ്ചികൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അതുപോലെ തന്നെ വലിയ വില കൊടുത്ത് ഇഞ്ചി വിത്ത് വാങ്ങണമെന്നുമില്ല. കടയിൽ നിന്നും വാങ്ങുന്ന ഒരു കറിയിഞ്ചി പോലും നമുക്ക് നടാൻ ഉപയോഗിക്കാം. 5 കന്നാസുകളിൽ നിന്നും ഏകദേശം 15 കിലോയോളം ഇഞ്ചിയാണ് ലഭിച്ചത്. ഇഞ്ചി നടുന്ന സമയത്ത് കന്നാസിൽ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വളരുന്നതിനനുസരിച്ച് ചാണകവെള്ളവും മീൻകുളത്തിലെ വെള്ളവും ഉപയോഗിച്ച് നനച്ചു കൊടുക്കുന്നു. വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇവർ ചെയ്തിട്ടില്ല. മണൽ കൂടുതൽ ഉപയോഗിച്ച കന്നാസിലാണ് കൂടുതൽ വിളവ് കിട്ടിയത്. നമ്മൾ ഗ്രോ ബാഗിലാണ് ഇഞ്ചി നടുന്നതെങ്കിൽ പുതിയ ഗ്രോ ബാഗ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ പയറോ മറ്റോ കൃഷി ചെയ്ത ഗ്രോ ബാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ, കാരണം ഏതായാലും ഇഞ്ചി നടുമ്പോൾ 10 മാസം കൊണ്ടാണ് നമ്മൾ ഈ വിളവെടുക്കുന്നത്. അപ്പം ഗ്രോ ബാഗ് അത് പൊട്ടിപ്പോകാൻ എന്തായാലും സാധ്യതയുണ്ട്. അപ്പോൾ പഴയ ഗ്രോ ബാഗ്, നേരത്തെ ഉപയോഗിച്ച ഗ്രോ ബാഗ് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ മാത്രമല്ല, പയറൊക്കെ നട്ടതാണെങ്കിൽ അതിൽ നൈട്രജൻ്റെ അംശമൊക്കെ ആ മണ്ണിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കി വേണ്ട ജൈവവളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇഞ്ചി നടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചിയിൽ മണ്ണും എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തൂക്കി നോക്കണം.
കന്നാസിൽ നിന്ന് കിട്ടിയതാ. 3 കിലോ ഉണ്ട്. 3. ഇതിപ്പം ഏകദേശം ഒരു 15 കിലോയോളം കാണും. ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് 3.25 കിലോയാണ്. ഇത് ഇങ്ങനത്തെ കൂട്ട് 5 കന്നാസുകളിൽ നിന്ന് കിട്ടിയതാണ്. ഇതിപ്പം ഇങ്ങനത്തെ കൂട്ട് ഓരോ മുള വെച്ച് എല്ലാ കന്നാസിനും തുടങ്ങി നട്ടതാണ്. ഇത് 10 മാസത്തെ വിളവാണ്. ഇത് ഇങ്ങനത്തെ പാത്രം നിറച്ചും മണ്ണിട്ടേച്ച് പിന്നെ അതിനകത്ത് ഇഞ്ചി കഷ്ണം നട്ടിട്ട് പിന്നെ ചാണകം വെള്ളവും പിന്നെ ഈ മീനിൻ്റെ ആ വെള്ളവും ഒക്കെ ഒഴിച്ച് ഉണ്ടായതാണ്. മണ്ണിൽ കൂടുതലിട്ടതിനകത്താണ് ഇത്രയൊക്കെ ഉണ്ടായത്, കൂടുതലുണ്ടായത്. ഇങ്ങനെ മണ്ണ് ഇട്ടതിനകത്ത് അത്ര ഉണ്ടായിട്ടില്ല. അത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ടായിട്ടുള്ളൂ. ഇത്രയല്ല, ഒരു ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഒരു കന്നാസിനകത്ത് കിട്ടിയതാണ്. ഇത് മണ്ണിൽ തന്നെ ഇട്ടതിനകത്താണ്. മണ്ണിൽ കൂടുതലിട്ടതിനകത്ത് 3.25 കിലോ ഉണ്ട്. ഇത് 2 കിലോ ഉണ്ട്. ഇത് 1 ജോഡി ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഒരെണ്ണം നട്ട് കാണിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ഇത്രയൊക്കെ മണ്ണ് ഇട്ടാൽ മതി. മണ്ണിലും പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സാക്കി ഏകദേശം ഇത്ര ഇട്ടാൽ മതി. പിന്നെ ഇഞ്ചി വളരുന്നതനുസരിച്ച് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിനാണെങ്കിൽ രാസവളമൊന്നും ചേർക്കുന്നില്ല. ഇത് മുകളിലോട്ട് വരത്തക്ക രീതിയിൽ വയ്ക്കാം. അതിന് ശേഷം മണ്ണിട്ട് മൂടുക. പിന്നീട് മുളച്ച് വരുന്നതിനനുസരിച്ച് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്.